ലോകം അറിയപ്പെടുന്ന ഏറ്റവും ശക്തനായ സുവിശേഷകന്മാരിൽ ഒരാളാണ് കർത്തൃദാസൻ റിച്ചാർഡ് വൂംബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ. റുമേനിയയെ സുവിശേഷീകരിക്കുവാൻ വേണ്ടി ദൈവത്താൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ദൈവമനുഷ്യൻ. താന് റുമേനിയൻ പട്ടാളക്കാരാൽ അറസ്റ്റ് വരിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ചരിത്രം ഒരുപക്ഷെ ക്രിസ്ത്യാനികളായ ദൈവമക്കൾക്ക് മറക്കാൻ പറ്റുന്നതല്ല. താൻ മാത്രമല്ല, താന്, തൻ്റെ ഭാര്യ, തൻ്റെ സ്വന്തം സഹോദരൻ, തൻ്റെ കൂടെയുള്ള സഭാ വിശ്വാസികൾ, സഭാ ശുശ്രൂഷകന്മാർ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. താൻ പറഞ്ഞ ഒരു പദം ഇങ്ങനെയാണ്: ക്രിസ്ത്യാനികളെ കൊണ്ട് അവർ ജയിൽ നിറച്ചു. എങ്ങനെയെല്ലാം അവരെ ഉപദ്രവിക്കാമോ അതുപോലെയെല്ലാം അവരെ ഉപദ്രവിച്ചു. റിച്ചാർഡ് വൂംബ്രാൻഡിനെ ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ ഇട്ടിട്ട് അവർ ചെയ്തത് ജീവനോടെ തൻ്റെ സ്കിൻ അവർ വലിച്ചുരിയുമായിരുന്നു. ഒരു കൊച്ചു സേഫ്റ്റി പിൻ ശരീരത്തിൽ കൊണ്ടാൽ വേദന നമുക്ക് സഹിക്കാവതല്ല എങ്കിൽ ജീവനോടെ സ്കിൻ ഉരിയുമ്പോൾ ആ ദൈവമനുഷ്യൻ്റെ വാവിട്ടുള്ള കരച്ചിൽ, ആ കരച്ചിൽ കേൾക്കുമ്പോൾ തൊട്ടപ്പുറത്തെ സെല്ലിലുള്ള തൻ്റെ ഭാര്യയ്ക്ക് അറിയാൻ പറ്റും, എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ടില്ല. ഇങ്ങനെ വളർത്തിയെടുത്തതായി സുവിശേഷത്തെ. ഇതൊന്നും പണത്തിലിട്ട് അമ്മാന പാടാൻ തമ്പുരാൻ സമ്മതിക്കുകയില്ല. നിന്റെ വ്യാഖ്യാനത്തിനോ നിന്റെ ഇഷ്ടത്തിനോ ഇട്ട് അമ്മാന പാടാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. ഇത് മറിച്ച് വിൽക്കാനുള്ളതല്ല, ഇതിനു വേണ്ടി ജീവിതം ബലിയാടാക്കാനുള്ളതാണെന്ന് ഒരു സുവിശേഷകനെ പോലെ, ഒരു സുവിശേഷകനായി നിന്നുകൊണ്ട് ഈ വിശുദ്ധ തിരുവെഴുത്ത് ഉയർത്തി ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാ. ഇത് വിറ്റ് കാശ് വാങ്ങി യൂദാ തകർന്നു പോയതുപോലെ ആ യൂദാസിൻ്റെ പിൻഗാമിയാകാനല്ല എന്നെയും നിങ്ങളെ ദൈവം വിളിച്ചത്. ഇതിനു വേണ്ടി ചിലരെയെങ്കിലും നേടുവാൻ ഞാൻ അനേകർക്ക് ദാസനാക്കി മാറ്റി എന്ന് പറഞ്ഞ പോളിനെ പോലെ ഒരു തലമുറ ഈ ചർച്ചിൻ്റെ അകത്തുനിന്ന് എഴുന്നേൽക്കണം. റിച്ചാർഡ് വൂംബ്രാൻഡ് പറയുന്ന ഇങ്ങനെ: എൻ്റെ ഭാര്യയെ അവരെങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്കത് പറയാൻ ഒക്കത്തില്ല. അതുപോലെ എൻ്റെ ഭാര്യയെ അവർ ഉപദ്രവിച്ചു. അപ്പുറത്തെ സെല്ലിലിട്ട് അവളെ ഉപദ്രവിക്കുമ്പോൾ അവൾ വാവിട്ട് കരയുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന സെല്ലിലെ തൻ്റെ ഹസ്ബൻഡാകുന്ന റിച്ചാർഡ് വൂംബ്രാൻഡിന് മനസ്സിലാകും, എൻ്റെ ഭാര്യ മരിച്ചിട്ടില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന്, മുഖം വാടുന്ന മാർഗമല്ല ക്രിസ്ത്യാനിറ്റി. ഇങ്ങോട്ട് കൈ തന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും കൈ കൊടുക്കത്തില്ല എന്ന് പറയുന്ന മാർഗമല്ല ക്രിസ്ത്യാനിറ്റി. എൻ്റെ വീട്ടിൽ വന്നില്ല, അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ പോകത്തില്ല എന്ന് ശടിക്കുന്നതല്ല ക്രിസ്ത്യാനിറ്റി. ഇങ്ങോട്ടില്ലേ, ഞാൻ അങ്ങോട്ടുണ്ട്. ഇങ്ങോട്ട് വന്നില്ലേ, ഞാൻ അങ്ങോട്ട് പോകാം. എനിക്ക് കൈ തന്നില്ലേ, ഞാൻ അങ്ങോട്ട് കൊടുക്കാം. ഒരു കന്നത്തടിക്കുന്നവന് മറുകന്നം കൂടി കാണിച്ചു കൊടുത്ത നാമമാ ക്രിസ്ത്യാനിറ്റിയുടെ ലീഡർ. അവൻ്റെ പേരാ, വൺ മോർ ടൈം, അവൻ്റെ പേരാ, വൺ മോർ ടൈം, അവൻ്റെ പേരാ. പോരാ, കര ഉയർത്തി പറ, ജീസസ്. ലൈഫിൽ ഒരിക്കലെങ്കിലും മരണത്തിന് മുമ്പ് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയാൽ മറന്നു പോകരുത്, വെളിപ്പെടുത്തണം. പാട്ടുപാടിയാൽ അവനെ വെളിപ്പെടുത്താൻ ഒക്കത്തില്ല, പ്രീച്ച് ചെയ്താൽ അവനെ വെളിപ്പെടുത്താൻ ഒക്കത്തില്ല, പ്രവചിച്ചാൽ അവനെ വെളിപ്പെടുത്താൻ ഒക്കത്തില്ല. ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അവൻ വെളിപ്പെടണമെങ്കിൽ സ്വഭാവത്തിൽ അവൻ ലയിക്കണം. തൻ്റെ കൂടെ ഒരു സഭാ ശുശ്രൂഷകനെ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിട്ടുണ്ട്. തന്നോട് ചോദിച്ചു, നിന്റെ വിശ്വാസികളെ എല്ലാവരും ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എവിടെയാണ് നിന്റെ വിശ്വാസി ഒളിച്ചിരിക്കുന്നത്, പറയണം, ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യണം. ഉടനെ ആ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു, ഇല്ല, ഞാൻ പറയത്തില്ല. ഞാൻ അങ്ങനെ അവരെ കാണിച്ചു കൊടുത്താൽ എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് ഞാനായിട്ട് അവരെ കാണിച്ചു കൊടുക്കത്തില്ല. അവസാനം ആ ദൈവദാസനെ അവർ നിർദ്ദയം ഉപദ്രവിച്ചു. വേദന സഹിക്കവയ്യാതെ വാവിട്ട് താൻ അലറുമ്പോഴും, ഇല്ല, ഞാൻ കാണിച്ചു കൊടുക്കില്ല എൻ്റെ യേശുവിനെ എന്ന് പറഞ്ഞ് താൻ കരയുക. അവസാനം അവർ എന്ത് ചെയ്തെന്നറിയാമോ? ഐസ് നിറച്ച ഒരു മുറിക്കകത്തേക്ക് തന്നെ കൊണ്ടുപോയി തലകീഴായി അതിൻ്റെ ഇടയിൽ കെട്ടിത്തൂക്കിയിട്ടു. വാതിൽ വലിച്ചടച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തണുത്ത് വിറച്ച് ചലനശേഷി നഷ്ടപ്പെട്ട ആ ഒരു ദൈവദാസൻ അവർ ആ വാതിൽ തുറന്ന് അവർ പുറത്തെടുത്ത് വസ്ത്രം വെയിലത്ത് ഉണങ്ങാനിടുന്നത് പോലെ ആ ദൈവദാസനെ അവർ വെയിലത്ത് ഉണങ്ങാനിട്ടു. വെയിലടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ശരീരത്തിലെ തണുപ്പൊക്കെ മാറി, വിരലുകളൊക്കെ ചലിക്കാൻ തുടങ്ങി, കണ്ണ് തുറന്നു. അവർ തോക്ക് ചൂണ്ടി ചോദിച്ചു, പറ, നിന്റെ വിശ്വാസി എവിടെ ഒളിച്ചിരിക്കുന്നത്? ഉടനെ താൻ പറഞ്ഞില്ല, എൻ്റെ വിശ്വാസിയെ ഞാൻ കാണിച്ചു കൊടുത്താൽ എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യം. ഞാൻ ഈ സഭയിലെ ദൈവമക്കളോട് പറയാം, ഈ ചർച്ചിൽ കർത്തൃദാസിൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറയാം, ഒറ്റക്കെട്ടായി നിൽക്കണം. ആരും ആരെയും കാണിച്ചു കൊടുക്കരുത്, ആരും ആരെയും താഴ്ത്തിക്കെട്ടരുത്, ആരും ആരെയും നിസാര എന്നെണ്ണരുത്. ഈ സഭ ദൈവം തന്നത് എന്തിനാണെന്നറിയാമോ? സകല ജാതികൾക്കും പ്രാർത്ഥനാലയമാകാൻ. ഏത് വർഗമാകട്ടെ, ഏത് ഗോത്രമാകട്ടെ, മനുഷ്യനാണോ, മൂക്കിൽ ശ്വാസമുള്ളവർക്ക് വന്ന് ആരാധിക്കാം എന്നൊരു ചിന്ത കുവൈറ്റിൽ ഈ സഭയെക്കുറിച്ചുണ്ടെങ്കിൽ ഈ സഭയിൽ വരുന്നത് ആരാന്ന് പോലും ആർക്കും അറിയാൻ വയ്യാത്ത രീതിയിൽ ജനം ഇവിടെ പെരുകാനിടയായി തീരുമെന്ന് ഞാൻ ഈ സഭയെ ഒന്ന് അനുഗ്രഹിക്കട്ടെ.
വീണ്ടും അവർ ഐസ് നിറച്ച് മുറിക്കകത്ത് ആ ദൈവമനുഷ്യനെ തലകീഴെ കെട്ടിത്തൂക്കിയിട്ടു. താൻ അവിടെ കിടന്ന് മരവിച്ചു പോയി, ഫ്രീസായി. ചലനം നഷ്ടപ്പെട്ടെന്നറിഞ്ഞപ്പോൾ അവർ പുറത്തേക്കെടുത്തു, വെയിലത്ത് ഉണങ്ങാനിട്ടു. വെയിലടിച്ച് കണ്ണു തുറക്കുമ്പോൾ അവർ ചോദിക്കും, പറ എവിടാണ്? താൻ പറഞ്ഞു, ഇല്ല, ഞാൻ കാണിച്ചു കൊടുക്കില്ല. പല പ്രാവശ്യം അതങ്ങനെ ആവർത്തിച്ചു. താൻ പറഞ്ഞില്ല. അവസാനം അവരെന്ത് ചെയ്യുന്നറിയാമോ? തനിക്ക് ദൈവം കൊടുത്ത ഒരു ഏകജാതനായൊരു മകനുണ്ട്, അലക്സാണ്ടർ. അവന് 14 വയസ്സാണ്, 14 വയസ്സ്. അവനെ കൊണ്ടുവന്ന് അപ്പൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നിന്റെ വിശ്വാസി എവിടെ ഇരിക്കുന്നു പറഞ്ഞില്ല എങ്കിൽ നിന്റെ കൺമുമ്പിൽ വെച്ച് ഞങ്ങൾ ഈ മകനെ തല്ലിക്കൊല്ലും. പറയാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇല്ല, എൻ്റെ മകനെ നിങ്ങൾ കൊല്ലും, എനിക്കറിയാം, പക്ഷേ എൻ്റെ യേശുവിനെ ഞാൻ കാണിച്ചു കൊടുക്കുകയില്ല. എൻ്റെ വിശ്വാസിയെ എവിടെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുകയില്ല. എന്തൊരു ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ. എത്രയോ പേരെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് യേശുവിനെ പുറകെ പോകാതിരിക്കുന്ന പലരുണ്ട്. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ വന്ന് ആരാധിക്കാൻ കാണിച്ച് നിങ്ങളുടെ മനസ്സിനായി സ്തോത്രം. ഞാൻ വളരെ കൂളായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ ജയിലിൻ്റെ അകത്ത് എത്രയോ ഭക്തന്മാർ ഇന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? UP-യുടെ ജയിലിൻ്റെ അകത്ത്, മധ്യപ്രദേശിൻ്റെ ജയിലിൻ്റെ അകത്ത്, ഛത്തീസ്ഗഡിലെ ജയിലിൻ്റെ അകത്ത് ബെയിൽ കിട്ടാതെ ആയിരക്കണക്കിന് സുവിശേഷകന്മാർ. നമ്മുടെ ഒരു കർത്തൃദാസിയെ UP-യിൽ വെച്ച് അറസ്റ്റ് ചെയ്ത്, തന്നെ തൻ്റെ മകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. UP-യിൽ, യോഗയുടെ നാട്ടിൽ. ഒരു ദൈവദാസനെ, ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാൽ വാക്കുകൾക്ക് അതീതമാണെങ്കിൽ ഒരു സ്ത്രീയെയോ? ഇന്ത്യൻ സഭകൾ മുഴുവൻ പ്രാർത്ഥിച്ചു. ലോക രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന അറിഞ്ഞ സഭകൾ മുഴുവൻ പ്രാർത്ഥിച്ചു ആ കർത്തൃദാസിയുടെ വിടുതലിന് വേണ്ടി. 48-ാം ദിവസം ആ കർത്തൃദാസിക്ക് ജാമ്യം കിട്ടി, ബെയിൽ കിട്ടി. നിങ്ങൾക്ക് കേൾക്കാവോ ഞാൻ പറയുന്നത്? റൈറ്റ്, ബെയിൽ കിട്ടി. ആ ദൈവദാസിയെ ജയിലിൽ ചെന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ദൈവദാസന്മാർ പോയപ്പോൾ അവർ തകർന്ന് തരിപ്പണമായി കരഞ്ഞു വേദനിച്ച് വരുമെന്നുള്ള ഒരു ചിന്തയിലാണ് പോയത്. പിക്ക് ചെയ്യാൻ പോയത്. പിന്നെ വേറൊരു മൈക്രോഫോൺ തരാം, കുഴപ്പമില്ലല്ലേ? ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ നോ പ്രോബ്ലം. താങ്ക് യു. പ്രൈസ് ഗോഡ്, വെരി ഗുഡ്. ഇവിടെ നല്ല മൈക്ക് വെച്ചിട്ടാണോ നീ എനിക്കത് തന്നെ? എല്ലായിടത്തും രോഗം ഇവിടെ ഉണ്ടെന്നങ്ങ് വിചാരിച്ചു. എല്ലായിടത്തും 30 വർഷമായിട്ട് ഈ രോഗം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. സാരമില്ല. ഇതൊക്കെ എന്നാ ഉണ്ടായത്? ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസമല്ലേ ഉണ്ട്. ഇതിനു മുമ്പ് പ്രസംഗിച്ചു തുടങ്ങിയവരല്ല നമ്മൾ. പറഞ്ഞേ ആമേൻ. പ്രൈസ് ഗോഡ്. ആ ദൈവത്തിന്റെ ദാസിയെ പിക്ക് ചെയ്യാൻ വേണ്ടി സഹോദരങ്ങൾ ചെന്നപ്പോൾ അവൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് കരഞ്ഞോണ്ടല്ല, ചിരിച്ചോണ്ടാണ്. എന്താ കാര്യം എന്നറിയാമോ? 48 ദിവസം കൊണ്ട് അവൾ 46 പേരെ രക്ഷിക്കപ്പെടുത്തി. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പിശാചിനെതിരെ പറഞ്ഞില്ലെങ്കിൽ അത്ര അങ്ങോട്ട് സുഖം ഉണ്ടാകുകയല്ല എനിക്ക്. പിശാച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നതോടെ ഈ സുവിശേഷം കുതിച്ചു വരും. നീ ആയിരങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാലും സുവിശേഷം അതിന്റെ പ്രവൃത്തി തികച്ചിരിക്കും. സുവിശേഷകനെ തളയ്ക്കാം, സുവിശേഷത്തെ തളയ്ക്കാൻ ഒക്കത്തില്ല. സുവിശേഷകനെ ബ്ലോക്ക് ചെയ്യാം, സുവിശേഷത്തെ ബ്ലോക്ക് ചെയ്യാൻ ഒക്കത്തില്ല. കാര്യം ഇതൊരു ശക്തി മാത്രമല്ല, ഇതൊരു വ്യക്തിയും കൂടിയാ. അവന്റെ പേരാ യേശു. നിങ്ങൾ കേട്ടാണല്ലോ, 6 മാസം മുമ്പ് ഞാൻ മധ്യപ്രദേശിൽ വെച്ച് ഇതുപോലെ ഒന്ന് അറസ്റ്റ് വരിക്കപ്പെട്ടു. 4 ദിവസം കഴിഞ്ഞ് ഞാൻ ബെയിൽ കിട്ടി. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു വലിയ ഹോൾ എടുത്ത് ഞാൻ 70 മിഷണറിമാർക്ക് ഒരു ക്ലാസ് വെക്കാൻ പോയതാ. മിഷണറി യാത്രയുടെ ഒരു ക്ലാസ്, പോൾസ് മിഷൻ ജേണി. 3 ദിവസത്തെ ക്ലാസ്സാണ്. 2 സ്റ്റേറ്റിൽ നിന്നായിട്ട് 70 മിഷണറിമാരെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിട്ട് പൗലോസിന്റെ മിഷണറി യാത്ര പഠിപ്പിക്കാൻ പോയതാണ്. ഇന്ന് ഞാൻ ഇന്ത്യയിൽ ചെയ്യുന്ന ഒരു വേല അതാണ്, മിഷണറി യാത്ര പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ 2 മിഷണറിമാരെ പൊക്കിയെടുക്കുക. വേറെ ഇനി അതിനുള്ള സമയം ഉള്ളൂ. ഒരു തലമുറയെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ ചർച്ചിൽ പറയും, ലീഡർ ഈസ് ലാഡർ. ഒരു ലീഡർ അവൻ ആരാണ്? ലാഡർ. ലാഡർ മീൻസ്, നിങ്ങളും ഫ്രീസായി പോയോ? ഞാനിത് റുമേനിയയിലെ കാര്യമാണ് പറഞ്ഞത്. ലാഡർ എന്ന് പറഞ്ഞാൽ ഗോവണി അല്ലേ, ചവിട്ടി കയറുന്ന അല്ലേ. ഇപ്പം ലീഡർ എന്ന് പറയുന്നത് ഒറിജിനൽ ലീഡർ ലാഡറാണ്. അവൻ ചവിട്ടി കയറി ലീഡറിന്റെ തോളിൽ നിന്നുകൊണ്ട് പിശാചിനെ വെട്ടണം. എനിക്ക് ഇത്ര ഹൈറ്റിലെ പിശാചിനെ വെട്ടാൻ പറ്റും. പക്ഷെ എൻ്റെ ഡിസൈപ്പിളിന് ഞാനൊരു ലാഡറായി കൊടുത്താൽ അവൻ എന്നെ ചവിട്ടി കയറി തോളിൽ നിന്നിട്ട് അത്രയും കൂടി ഹൈറ്റിൽ അവൻ പിശാചിനെ വെട്ടും. അങ്ങനെയൊക്കെയുള്ള ലീഡർഷിപ്പൊക്കെ രാജ്യങ്ങളിൽ എഴുന്നേക്കാൻ പോവാ. നിങ്ങൾ എഴുതി വെച്ചോ, ലീഡർഷിപ്പിന് ചേഞ്ച് വരാൻ പോവാ. പലരുടെയും സിംഹാസനം മാറാൻ പോകുക. പുതിയൊരു അഭിഷേകത്തിൻ്റെ ലീഡർഷിപ്പ് രംഗത്ത് വരാൻ പോവുക. അടുത്ത ജനറേഷൻ എഴുന്നേൽക്കണമെന്ന് പ്രീച്ച് ചെയ്യാനുള്ള പ്രീച്ചേഴ്സ് ഈ തലമുറയിലുണ്ട്. എഴുന്നേൽപ്പിക്കാനുള്ള ലീഡേഴ്സാണ് ഈ തലമുറയിൽ ഇല്ലാത്തത്. ഇവിടെ പ്രീച്ചേഴ്സ് അല്ല വേണ്ടത്, എഴുന്നേൽപ്പിക്കാൻ പറ്റിയ അപ്പൻ്റെ ഹൃദയമുള്ള, അമ്മയുടെ ഹൃദയമുള്ള അടുത്ത ലാഡർ രംഗത്ത് വരണം.
ഞാൻ തലേ ദിവസം തന്നെ ആ മീറ്റിങ്ങിന് വേണ്ടി അവിടെ ചെന്നു. കാരണം ഇതിൻ്റെ കുറേ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, അതെല്ലാം കൂടി ക്രമീകരിക്കണം. ഇവർക്കൊന്നും അധികം എഡ്യൂക്കേറ്റഡ് അല്ലാത്തവരായതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റിയ പാകത്തിൽ ഇതെല്ലാം ക്രമീകരിച്ച് 150 പീസെല്ലാം ഇതിൻ്റെ കോപ്പിയെല്ലാം എടുത്ത് രാത്രിയെല്ലാം സെറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോൾ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. പക്ഷേ രാത്രി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുറിയിൽ വിശ്രമിക്കുന്ന സമയത്ത് എനിക്കങ്ങോട്ട് ഉറക്കം വരണില്ല. എനിക്ക് ആകെപ്പാടൊരു ബുദ്ധിമുട്ട് പോലെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ചു റെഡിയായിട്ട് ഒരു പ്രസംഗം പ്രസംഗിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഒരു മെസ്സേജ് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചു. എന്നോട് കർത്താവ് സംസാരിക്കുക, ഒരു പെർസിക്യൂഷനെ കുറിച്ച് സംസാരിക്കുക. ആ മെസ്സേജ് ഇപ്പോഴും ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. ഉപദ്രവവും ഉണർവും. ഉപദ്രവം കഴിഞ്ഞാൽ അവിടെ ഉണർവുണ്ടായിരിക്കും. ഈ ഒരു മെസ്സേജ് 1 hour മെസ്സേജ് എല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞു. ഞാൻ ഉറങ്ങി, സ്വസ്ഥമായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് 6 o'clock എനിക്കൊരു കോഫി കിട്ടി. ആ 2 പേര് പെട്ടെന്ന് വന്ന് ഗേറ്റെ പിടിച്ച് കുലുക്കുന്നു. പാസ്റ്റർ ഇറങ്ങി ചെല്ലുന്നു. ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാർഡ് കാണിച്ചു. ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സാന്ന് പറഞ്ഞു. തുറന്നു കൊടുത്തു, അകത്ത് കയറി ഗേറ്റ് അടച്ചു. അവർ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പോലീസ് ഓഫീസേഴ്സ് അല്ല, അവർ വേഷം മാറി വന്നവർ മാത്രമായിരുന്നു. ഉടനെ ആ പാസ്റ്ററിനെ അവർ തല്ലാൻ തുടങ്ങി. ഇറങ്ങി ചെല്ലുന്ന നമ്മുടെ വേറൊരു ദൈവദാസൻ, അദ്ദേഹത്തെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ 10, 200, 250 പേര് ഗേറ്റ് തകർത്ത് ആ ചർച്ചിൻ്റെ അകത്തേക്ക് അരച്ച് കയറുകയാണ്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും പറയുവാൻ വാക്കുകൾ ഒക്കത്തില്ല. അതുപോലെയുള്ള മേഖലകളായി ആ 2 ദൈവദാസന്മാരെ അവർ ആദ്യം കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലും ആർക്കും അറിയത്തില്ല. പുറകെ ഞങ്ങൾ 2 പാമ്പാടിയിൽ നിന്ന് വന്ന് ഞങ്ങൾ 2 ദൈവദാസന്മാർ, ഞങ്ങൾ 2 പേരെയും പിടിച്ചു. അവർ നേരെ ഉപദ്രവിച്ചു കൊണ്ട് പോവുകയാണ്. അപ്പുറം ഇപ്പുറം ആൾക്കാർ നിന്ന് 10, 250 പേരിൽ നിന്ന് അവരുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ച് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു വല്ലാത്ത പരിതസ്ഥിതി. നേരെ കൊണ്ടുവന്ന് അകത്ത് കൊണ്ടിരുത്തി, താഴെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്. നമ്മൾ താഴെ ഇരിക്കുമ്പോൾ ആജ് തക് ടി വിക്കകത്ത് ഹിന്ദി ചാനലിൻ്റെ അകത്ത് പെട്ടെന്ന് നമ്മളിരിക്കുന്ന ഫോട്ടോ സഹിതം വീഡിയോ സഹിതം വാർത്ത വരികയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്ന അറിയത്തില്ല. കാരണം എനിക്ക് അന്ന് ഒരു കാര്യം മനസ്സിലായി. ഈ 250 പേരവിടെ വന്നതിൽ ഇവരുടെ യൂണിറ്റി ഒന്ന് കാണേണ്ടതാണ്. ഇവർ ഐക്യമത്യപ്പെട്ട പലയിടത്തു നിന്നാണ് വന്നിരിക്കുന്നേ, അല്ലാതെ ഇവർ ഇൻഡോർകാരല്ല. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഒരു ദൈവദാസനെ തല്ലാനുള്ള അവരുടെ ഐക്യത സഭയിൽ അത് കാണുന്നില്ല. സത്യത്തിൽ നമ്മളാണ് ഐകമത്യപ്പെടേണ്ടത്. ഐകമത്യപ്പെടാൻ 2 കാര്യത്തിനെ പറ്റൂ. ഒന്ന് പെർസിക്യൂഷൻ, ഇല്ലെങ്കിൽ ഒരു ആത്മപകർച്ച. ഇത് 2 ഉണ്ടാകത്തിടത്തോളം കാലം ദൈവസഭയ്ക്ക് ഐകമത്യപ്പെടാൻ ഒക്കത്തില്ല. ദൈവസഭ ഐകമത്യപ്പെടാൻ 2 വഴി. ഒന്നുകിൽ പെർസിക്യൂഷൻ, അല്ലെങ്കിൽ ഒരു ആത്മപകർച്ച. ഇത് 2 എവിടെ നടക്കുന്നോ ദൈവസഭ കൈ കൊടുത്തിരിക്കും. ഇത് യേശുവിന്റെ ശരീരമാകിയാൽ ഇത് അൺഡിവൈഡഡ് ചർച്ച് ആയിരുന്നു. ഇതിനെ മനുഷ്യർ ഡിവൈഡ് ചെയ്തതാണ്. പക്ഷെ യേശുവിന്റെ വരവിന് മുമ്പ് ഡിവൈഡഡ് ആയി പോയതെല്ലാം ഒറ്റ കോർബലിൽ കർത്താവ് ഒരൊറ്റ ദർശനത്തിൽ കോർക്കുന്ന ഒരു കാലം വരുമെന്ന് ഇന്ന് രാവിലെ ഞാൻ പ്രവചിച്ചാൽ എത്ര പേർക്ക് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ കഴിയും? ആ 2 കരവും ചേർത്ത് അടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ മാത്രം ആ കൈ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവർ നിർബന്ധമായിട്ട് ആന്റി കൺവേർഷൻ ബില്ലിൽ കൊണ്ടുവന്ന് ജാമ്യം കിട്ടാത്ത വ്യവസ്ഥയിൽ അകത്താക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയാണ്. കാര്യം ശരീരത്തെ അവർ ഉപദ്രവിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വേദന മാറും. പക്ഷേ അവരുടെ പ്രശ്നം ഇതൊന്നുമല്ല. ഞാനെന്ന് പറയുന്ന ഒരാൾ അറസ്റ്റ് വരിക്കപ്പെട്ടാൽ മേലാൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ ഒരു സുവിശേഷകനായി നിൽക്കാതിരിക്കാൻ വേണ്ടി മാനസികമായ ഒരു പെർസിക്യൂഷൻ, മെന്റലി അവർ പെർസിക്യൂട്ടഡ് ആക്കും നമ്മളെ. അതാണ് ഒരു ദൈവദാസൻ തകർന്നു പോകുന്ന ഒരു ഇടപാട്. അവർ 2 അടിയടിച്ചെന്ന് വെച്ചോ, ഇല്ല ഒന്ന് ചവിട്ടിയെന്ന് വെച്ചോ, വേദന മാറുമ്പോൾ ഇതെല്ലാം മറക്കും. പക്ഷെ അങ്ങനല്ല ഇന്ത്യയുടെ അവസ്ഥ. അങ്ങനെയല്ല. ഇവരുടെ നിയമയുദ്ധങ്ങൾ വേറെയാണ്. മാനസികമായി ഇവർ ടോർച്ചർ ചെയ്യുന്നത് വേറൊരു റൂട്ടിലാണ്. ഒരു ദൈവദാസനെ ഇൻഡോറിൽ വെച്ച് അറസ്റ്റ് ചെയ്താൽ വീക്ക്ലി വൺസ് അവർ സൈൻ ചെയ്യാൻ പറയുന്നത് ഇൻഡോറിലായിരിക്കില്ല, ഗുണായിലായിരിക്കും, ഇല്ല ജബൽപൂരിലായിരിക്കും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 5, 6, 8 മണിക്കൂർ യാത്ര ചെയ്തു പോകുന്ന സ്ഥലത്തായിരിക്കും. പാവപ്പെട്ട ദൈവദാസന്മാർക്ക് ഇങ്ങനെ പോകാനോ വരാനോ പറ്റാതെ വരും. ഓട്ടോമാറ്റിക്കായിട്ട് അവർ വേലയിൽ നിന്ന് പിന്തിരിഞ്ഞു വരും. എന്നാൽ അഭിഷേകമുള്ളൊരു ദൈവദാസൻ പിന്തിരിയത്തില്ല. അവൻ ആ ഭാവിയിൽ ഒരു ചാവേറായി മാറാൻ തയ്യാറാകുന്നത്. ഞാൻ ഈ സഭയെ ബ്ലസ് ചെയ്യുകയാണ്. ഈ സഭ ഒരു മിഷൻ ചർച്ചായി മാറണം. ഗ്രാമങ്ങളെ കെട്ടുപൊട്ടിക്കുന്ന മിഷണറിമാർ എഴുന്നേൽക്കുന്ന സഭയായി കർത്താവിന്റെ അഭിഷിക്തന്റെ ഈ സഭ മാറണം. മാറും മാറും മാറും. ആ സ്റ്റേറ്റിലേക്ക് കയറിയേ ചെയ്തേക്കരുന്നാണ് വാണി. പക്ഷെ ഞാൻ അതിനുശേഷം എത്രയോ പ്രാവശ്യം മധ്യപ്രദേശ് യാത്ര ചെയ്തു. അതേ മീറ്റിംഗ് പല സ്ഥലങ്ങളിൽ വെച്ചു, ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഭയപ്പെട്ട് മാറുന്നവനാകരുത് സുവിശേഷകൻ. ജീവനെങ്കിൽ ജീവൻ വെച്ച് അവൻ്റെ വേല ചെയ്യാൻ കർത്താവ് വിളിച്ചു വരാൻ നമ്മൾ. നല്ല പ്രസംഗമായിരുന്നു, ഇല്ലെങ്കിൽ കൊള്ളത്തില്ല. കമന്റ് പറയാനല്ല ദൈവം നിന്നെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നേ. ഈ ഭൂമിയിൽ നിന്റെ കോളിംഗ് ഫുൾഫില്ല് ചെയ്യാൻ കർത്താവ് ഒരു ചാൻസ് വെച്ച് നീട്ടുകയാ. ഇനി എന്നാണ് ഓടാൻ പോകുന്നതെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കർത്താവിന് ആൻസർ ചെയ്യണം. ഞാൻ ഇന്ന് ഓടാം കർത്താവേ. ഒരുപക്ഷെ ഇന്ത്യയിൽ വേല ചെയ്യുന്ന പോലെ ഈ അറബി മണ്ണിൽ വേല ചെയ്യാൻ ഒക്കത്തില്ല. പ്രാർത്ഥിക്കുക കർത്താവിനോട്, ഞാൻ ഇവിടെ എന്താ ചെയ്യണ്ടേ, ഞാനിവിടെ എങ്ങനെ ചെയ്യണം,
എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം കർത്താവിനോട് ചോദിച്ച് കർത്താവ് തരും. മോനെ, നിനക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, നീ ഉറങ്ങി ആശ്വസിച്ചോളാം. കർത്താവ് പറയത്തില്ല. ഏത് രാജ്യവും അവൻ്റെ ദൃഷ്ടിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ രാജ്യത്തൊരു ഉണർവുണ്ടെങ്കിൽ ഈ സഭയും അതിന് സാക്ഷ്യം വഹിക്കട്ടെ. 14 വയസ്സ് പ്രായമുള്ള അലക്സാണ്ടർ എന്ന് പറയുന്ന മകനെ കൊണ്ടുവന്ന് നിർത്തി. ഇവിടെ 14 വയസ്സുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. 14 years 14കാരനെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ അവനെ തല്ലിക്കൊല്ലും. കാരണം അപ്പം പറഞ്ഞു, നിങ്ങൾ തല്ലിക്കോ, നിങ്ങൾ കൊന്നു, പക്ഷെ എൻ്റെ യേശുവിനെ ഞാൻ തള്ളി പറയത്തില്ല. അവസാനം പട്ടാളക്കാർ 4 പാട് നിന്ന് ആ കുഞ്ഞിനെ അടിക്കാൻ തുടങ്ങി. അടികൊണ്ട് ആ കുഞ്ഞ് വേദനിക്കാൻ തുടങ്ങി. ആ കുഞ്ഞിൻ്റെ ശരീരം പൊട്ടി അവൻ താഴെ വീണു. അവരടി നിർത്തിയിട്ട് പറഞ്ഞു, പറയൂ നിന്റെ വിശ്വാസി എവിടെ ഇരിക്കുന്നത്? അപ്പൻ വാവിട്ട് കരയാൻ തുടങ്ങി. കാരണം കൊച്ചടി കൊണ്ട് വേദന കൊണ്ട് പൊളയുമ്പോൾ ഏതപ്പനാ കണ്ടു നിൽക്കാൻ പറ്റുന്നത്? അപ്പൻ കടിച്ച് പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല, എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കില്ല. അവസാനം അവർ തീരുമാനിച്ചു, ആ മകനെ കൊന്നേക്കാം. അവർ തല്ലാൻ തുടങ്ങി. ഒരടി ആ കുഞ്ഞിന്റെ തലയ്ക്ക് കൊണ്ട് തല 2ആയി പൊട്ടി. ചോര വാർന്നൊഴുകുമ്പോൾ കണ്ടു നിന്ന് അപ്പം പറഞ്ഞു, നോ, ഇനി എന്റെ കുഞ്ഞിനെ തല്ലരുത്. ഞാൻ പറയാം. അവരെ വടി താഴെയിട്ടു. ഇത് നേരത്തെ നിനക്ക് പറഞ്ഞ പോരായിരുന്നു? ഞാൻ പറയാം, എന്റെ കൊച്ചിനെ തല്ലരുത്. എങ്കിൽ പറ, എവിടാ നിന്റെ വിശ്വാസി? അലറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ പറയാം. താൻ പറയാൻ വായി തുറക്കുമ്പോൾ തല പൊട്ടി ചോര വാർന്നൊഴുകി നിലത്ത് കിടക്കുന്ന ആ 14കാരൻ കൈ കുത്തി ഒന്ന് പൊങ്ങി. എന്നിട്ട് അപ്പന്റെ മുമ്പിൽ നിന്നിട്ട് ചോര തുപ്പിക്കൊണ്ട് പറഞ്ഞു, ഡാഡി പറയരുത്. തള്ളി പറഞ്ഞൊരപ്പന്റെ മകനായി മരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഡാഡി, എന്റെ ഡാഡിയുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് ഞാൻ മരിച്ചോളാം. ഈ സഭയ്ക്കകത്ത് അങ്ങനെ ഒരാൾ എഴുന്നേക്കാൻ പോകുക. 1000 പേർ വേണ്ട. അങ്ങനെ ഒരാൾ ഈ സഭയ്ക്കകത്ത് എഴുന്നേറ്റാൽ ആ വ്യക്തി ഒരു ശക്തനായ മിഷനറിയായി മാറിയിരിക്കും. ഡാഡി, ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം. അടുത്ത പദം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഡാഡി ഇവർ കൊല്ലും. അടുത്ത സെക്കൻഡ് നമ്മൾ അവിടെ ഒരുമിച്ചായിരിക്കും. ഒരു 14കാരന്റെ അകം കത്താൻ കാര്യം അപ്പൻ പറഞ്ഞ സുവിശേഷത്തിന്റെ ശക്തി അകത്ത് കയറിയത് കൊണ്ടാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, യൗവനക്കാരി, മറക്കരുത്, ഈ സുവിശേഷം പാസ്റ്റർമാർക്ക് മാത്രമുള്ള കുത്തകയല്ല. നിനക്കുമുണ്ടൊരു കോളിംഗ്. പരിശുദ്ധാത്മാവ് നിനക്കും തന്നിട്ടുണ്ടൊരു വിളി, നിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടൊരു വിഷൻ. അത് ഫുൾഫിൽ ആകാൻ ഈ തലമുറയിൽ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും.